ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന ബെഡ്റൂം മേക്ക് ഓവറോ വേറെ ഇന്റീരിയറിലല്ല മേക്ക് ഓവർ ചെയ്യാൻ പോണേ, നമ്മൾ ബാൽക്കണി മേക്ക് ഓവർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല വീഡിയോസിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണി ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഏരിയ ആണ്, അപ്പോൾ അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. അതിന്റെ പരിമിതികളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ എൻ്റെതായ രീതിയിൽ ഞാൻ അവിടെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. വഴിയെ നമുക്ക് അവിടെ കുറേ പരീക്ഷണങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് ആ മേക്ക് ഓവറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് മേക്ക് ഓവർ ചെയ്യണത്. ഞാനൊന്നും ക്രാഫ്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോം ഡെക്കോർ ഐറ്റംസിനൊക്കെ നല്ല കുറവ് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ വിട്ട് ഇപ്പോൾ പ്രൊഡക്ട്സിന് നല്ല വില കുറവാണ്. 80% ഓഫ് നമുക്ക് ഹോം ഡെക്കോർ ഐറ്റംസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 99 റുപ്പീസിന് അബവ് ഉള്ള കുറേ ഹോം ഡെക്കോർ ഐറ്റംസും ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് വഴിയെ കാണാം, ഞാൻ വാങ്ങിയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ഒക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ബ്രാൻഡുകളാണ്, ഈസി ഡെലിവറിയാണ്, ക്യാഷ് ഓൺ ഡെലിവറി, അതുപോലെ തന്നെ റിട്ടേൺ പോളിസിയും ഒക്കെ അവരുടെ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ടും ലൈറ്റുകൾ, ഫെയറി ലൈറ്റ്സും അങ്ങനത്തെ ലൈറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 399 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഡെക്കോർ ഷോ പീസുകളൊക്കെ 149 രൂപയുടെ മേലേക്ക് വരുന്ന ഷോ പീസുകളും ചെറിയ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 299 രൂപയ്ക്ക് കുഷൻ കവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൽക്കണി മേക്ക് ഓവർ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരും. അല്ലെങ്കിൽ ഏതൊരു റൂമിന്റെ മേക്ക് ഓവർ ആവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാം, എന്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൂമുകളിൽ നിന്ന് മാറ്റി മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ മേക്ക് ഓവർ ചെയ്യാറ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു മേക്ക് ഓവറും. നമുക്ക് എന്തായാലും ഇന്നത്തെ ബാൽക്കണി മേക്ക് ഓവറിലോട്ട് പോകാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പുതിയൊരു ഏരിയ നമ്മൾ ആദ്യമായിട്ട് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എങ്ങനെ വരണം എന്ന് നമുക്കറിയില്ല. ഈ പ്രാവശ്യം ചെയ്ത ശേഷം എനിക്കറിയാം ഇനി എങ്ങനെ ആയിരിക്കണം മേക്ക് ഓവർ എന്ന്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ചെറിയ സ്പേസാണ് നമ്മളിന്ന് ഒതുക്കിയെടുക്കാൻ പോണത്. അതായത് ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, വീടിൻ്റെ ടെറസാണ് അത് ശരിക്കും പറഞ്ഞാൽ. ചെറിയൊരു ഏരിയ മാത്രം. അവിടെ ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി ചേട്ടൻ വന്നപ്പോൾ പണിതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു, വ്ളോഗ് കണ്ടവർക്ക് അറിയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെക്കോർ പീസ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രീം ക്യാച്ചറാണ്. നല്ല ഭംഗിയുള്ള പല കളർ ഫെതേഴ്സും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർഫുൾ ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഡ്രീം ക്യാച്ചർ. ഇത് വീടിൻ്റെ അകത്തും പുറത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പുറത്ത് നമ്മൾ ഇപ്പോൾ ഇത് തൂക്കാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റുള്ള ചെറുതായി കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിന് 99 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ പുതിയ വേരിയേഷനിൽ വരുന്ന, അതായത് ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളതും കുറേയും കൂടി നൂലുകളുടെ വർക്കൊക്കെ കുറേ കൂടി കൂടുതലുള്ള മോഡലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു റേഞ്ച് വരുന്നുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കും. അടുത്തതായിട്ട് ഈ ഒരു സ്റ്റാർ ലൈറ്റാണ്. നമ്മൾ ഏതൊരു സ്പേസും ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ചെറിയ വാം ലൈറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർ ലൈറ്റ് നമ്മൾ ഔട്ട്ഡോർ ആയതുകൊണ്ട്, പുറത്താണല്ലോ നമ്മൾ മേക്ക് ഓവറിനെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാർ ലൈറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ സ്റ്റാറും ഉണ്ട്, ചെറിയ സ്റ്റാറും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന മോഡലാണ് ഈ ഒരു ലൈറ്റ് വരുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് ക്രിസ്മസ് സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും ഈ ഒരു ലൈറ്റ് കാണാനായിട്ട്. അതും അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പാക്കിംഗ് കൃത്യമായിട്ട് അവർ നമുക്ക് തരുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് അത് അഴിച്ചെടുത്ത് വേണം ഇത് വെക്കാൻ. അല്ലെങ്കിൽ ഇത് ആകെ കെട്ടുപിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഊരി വെക്കുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുകയും വേണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റാർ ലൈറ്റ് കൊടുക്കണേ. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ പുറത്തോട്ടൊക്കെ കാണുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഒന്ന് കുറച്ച് കാണുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ച് ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹൈറ്റിൽ വെച്ചിട്ട് അത് കെട്ടി അതുപോലെയൊക്കെ കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരണേ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ ലൈറ്റ് വരിക. ഇത് നല്ല ഭംഗിയാണ്. വൈകുന്നേരം കത്തിക്കുന്ന സമയത്തും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുമ്പോൾ 7 സെറ്റിങ്സ് വരുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ ലൈറ്റ് കത്തിച്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് മിന്നുന്ന രീതിയിലും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെ ഇതിൽ സെറ്റിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ടേബിൾ ഉണ്ടായിരുന്നല്ലോ, അവിടെ വലിയൊരു ടേബിൾ ഉണ്ടല്ലോ. ആ ടേബിളിൽ ഞാനൊരു ടേബിൾ ഷീറ്റ് വിരിക്കുകയാണ്. ടേബിൾ ഷീറ്റ് എന്ന് വെച്ചാൽ എൻ്റെ പഴയൊരു സാരിയാണ്, പിങ്ക് കളർ, നല്ല ബ്രൈറ്റ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാൽക്കണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കളർഫുൾ ആയിക്കോട്ടെ.
അപ്പോൾ നമ്മൾ ഒറിജിനൽ പ്ലാന്റ്സും വെക്കുന്നുണ്ട് ഒരു സൈഡ് മുഴുവൻ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെറിയ ഒരു 4 കുഞ്ഞ് പോട്ടിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് മുൻപ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ്, കണ്ടാൽ ശരിക്കുള്ള ചെടി പോലെ തോന്നും. ഇത് നമുക്ക് വീടിൻ്റെ ഇൻഡോറിലും അതുപോലെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ വേണമെങ്കിൽ ടേബിൾ വെക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഡെക്കോറിന് വെക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കുള്ള ചെടികൾ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെക്കാം. ഇനി വഴിയെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനത്തെയും നമ്മൾ ചെയ്യും. DIY ആയിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റുകളും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ 4 എണ്ണത്തിൻ്റെ സെറ്റാണ് വരണേ. നിങ്ങൾക്കപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയറിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഡെക്കോർ വെച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ പല രീതിയിലൊന്ന് സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. കുറച്ച് ചെടികളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അമ്മച്ചോട് ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പച്ചൻ വേഗം കുറേ ചെടികളൊക്കെ കൊണ്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് തന്നു എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും വെച്ച് തന്നിട്ടുണ്ട് ചെടികൾക്ക്. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക പലക കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അത് കാണാൻ ഒരു ഭംഗി കുറവ് തോന്നിയുകൊണ്ട് ഞാനൊരു തുണി വെച്ച് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയൊരു ബെഞ്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം നമുക്ക് ചെടികളൊക്കെ വയ്ക്കാൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി അതും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ അകത്ത് വെച്ചിരുന്നു കുറച്ച് ചെടികൾ. പക്ഷേ വെയിൽ തീരില്ലാത്തതുകൊണ്ട് അതൊന്നും പ്രോപ്പറായിട്ട് പിടിക്കുന്നില്ല അകത്തിരുന്നിട്ട്. അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് തോന്നി ഇവിടെ ബാൽക്കണിയിൽ വെക്കാം, അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫെയറി ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ചെറിയ ചെടിച്ചട്ടിയിൽ ചെറിയ ചെറിയ മിനിയേച്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഗാർഡനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ മേക്ക് ഓവർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, പക്ഷേ നല്ല റിലാക്സിങ്ങുമാണ് അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് കാണാം.
അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകം പോലെ തന്നെ ഇറ്റ് ഈസ് മൈ ഹാപ്പി പ്ലേസ്. അപ്പോൾ എൻ്റെ ബെഡ്റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ്. അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ടല്ലോ, ഞാനിരുന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതും എഴുതുന്നതൊക്കെ, ആ ഒരു സ്പേസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസ് ഈ ഒരു ബാൽക്കണി തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പേസ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങൾക്കൊരു ഫേവറേറ്റ് സ്പേസ് തീർച്ചയായിട്ടും വീട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കോർണറിൽ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് എന്നോട് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.